വെൽക്കം ടു സിഗ്നേച്ചർ ക്ലാസ് റൂം. പോളിംഗ് സ്റ്റേഷനകത്ത് എന്തെല്ലാമാണ് അറേഞ്ച് ചെയ്യാനുള്ളത് എന്നത് നോക്കാം. പോളിംഗ് ബൂത്തുകൾ മിക്കവാറും സ്കൂളിലെ ക്ലാസ് മുറികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങൾ അവിടെ ഉണ്ടാകും. രാഷ്ട്രപിതാവിൻ്റെ ചിത്രമൊഴിച്ച് മറ്റെല്ലാം മറച്ചു വെക്കാനുള്ള സംവിധാനം കാണേണ്ടതാണ്. പിന്നീട് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കേണ്ടതാണ്. ഒരു വോട്ടർ പോളിംഗ് ബൂത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം ആദ്യം സമീപിക്കേണ്ടത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറിനെയും പിന്നീട് രണ്ടാമത്തെ പോളിംഗ് ഓഫീസറിനെയും പിന്നീട് മൂന്നാമത്തെ പോളിംഗ് ഓഫീസറിലേക്കുമാണ്. ഇത്തരത്തിലാണ് ക്രമീകരിക്കേണ്ടത്. പോളിംഗ് ഒഫീഷ്യൽസിന്റെ പിറകിലായി സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്കുള്ള ഇരിപ്പിടം സജ്ജീകരിക്കേണ്ടതാണ്. ഏജന്റുമാർക്ക് വോട്ടറുടെ മുഖം വ്യക്തമായും കാണുന്ന രീതിയിലായിരിക്കും ഇരിപ്പിടം സജ്ജീകരിക്കേണ്ടത്. ഏജന്റുമാർ അവരുടെ ID കാർഡ് ധരിച്ചിരിക്കേണ്ടതാണ്. പോളിംഗ് ദിവസം 5 മണിക്ക് ശേഷം ഏജന്റുമാർ മാറാൻ അനുവദനീയമില്ല. വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവ: ഏതെങ്കിലും ജനലിനോടോ വാതിലിനോടോ ചേർന്ന് വരത്തക്ക രീതിയിൽ നിർമ്മിക്കരുത്. ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ മറ്റാരും തന്നെ അതിൻ്റെ പരിസരത്തേക്ക് പോകാതെ വേണം സൂക്ഷിക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസർക്കോ പോളിംഗ് ഉദ്യോഗസ്ഥർക്കോ പോളിംഗ് ഏജന്റുമാർക്കോ വോട്ട് ചെയ്യുന്ന കാര്യം കാണരുത്. ഇനി EVM-ഉം VVPAT-ഉം വെക്കുന്ന വിധം പരിശോധിക്കാം. കൺട്രോൾ യൂണിറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ടേബിളിലാണ് വെക്കേണ്ടത്. ബാലറ്റ് യൂണിറ്റും VVPAT-ഉം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലാണ് വെക്കേണ്ടത്. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ആദ്യത്തെ ബാലറ്റ് യൂണിറ്റിന്റെ ഇടതുവശത്താണ് VVPAT വെക്കേണ്ടത്. അഥവാ ബാലറ്റ് യൂണിറ്റിലെ സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പറിന് തൊട്ടടുത്തായിരിക്കണം VVPAT വെക്കേണ്ടത്. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ നിന്നും കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്ന കേബിൾ വോട്ടർമാർ നടക്കുന്ന വഴിയിൽ ആവരുത്. മാധ്യമപ്രവർത്തകർ വരുന്നുണ്ട് എങ്കിൽ അവർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകിയ ID കാർഡ് ധരിച്ചിരിക്കേണ്ടതാണ്. ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകർ ഓഡിയോ വീഡിയോ ബൈറ്റുകൾ എടുക്കാൻ പാടില്ലാത്തതാണ്. അവർക്കും 100 മീറ്ററിന്റെ പരിധി ബാധകമാണ്. യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥർ പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. ഒരു വോട്ടർ ബൂത്തിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹം എൻറ്റർ ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നതും തിരിച്ചു പോകുന്നതും എല്ലാം കൃത്യമായും കാണത്തക്ക വിധത്തിലായിരിക്കണം അറേഞ്ച്മെന്റ് ചെയ്യേണ്ടത്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ തിരികെ എത്താം. അൻടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സിഗ്നേച്ചർ ക്ലാസ് റൂം.